ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നമ്മുടെ പ്രധാന താരി ചക്ക കേട്ടോ, ഇടിച്ചക്കയാണേ. ഇടിച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ, വലുപ്പത്തിലോ ചെറുപ്പത്തിലോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കണം എന്നുള്ളവർക്ക് കുക്കറിൽ വേവിക്കാം. എനിക്ക് ചട്ടിയിൽ വേവിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിലാട്ടോ വേവിക്കുന്നത്. ചട്ടിയിൽ വേവിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. കുക്കറിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ടേസ്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഇടികല്ലിൽ വെച്ച് ഇടിച്ച് മാറ്റി വയ്ക്കാം. മിക്സിയിൽ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് മിക്സി യൂസ് ചെയ്യാം, അതും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. ചൂടായി കഴിയുമ്പോൾ ഉഴുന്നിടണം എന്നുള്ളവർക്ക് ഉഴുന്നിടാവേ, പക്ഷേ ഞാനിടാൻ മറന്നുപോയി. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ചധികം ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി കുറച്ചധികം ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ചേർക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് എരിവിന് കുറച്ച് ചതച്ച മുളകാണ് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അത് നല്ല എരിവുള്ള മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചക്കയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായുള്ള ഇടിച്ചക്ക തോരൻ റെഡിയാണ്. അപ്പോൾ തോരനല്ല, മെഴുക്കുവരട്ടി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായം പറയണേ.